പൊന്നുപോലെ. മറ്റുള്ള മാസങ്ങൾ പോലെയല്ല, മറ്റുള്ള മാസങ്ങൾ പോലെയല്ല. അതുകൊണ്ട് ചെറുപ്പക്കാര 5 നേരത്തെ നിസ്കാരം മറക്കല്ലേ. 70 ഫർദ് നിസ്കരിച്ച കൂലിയാ. ഇന്ന് ദുഹറിന് പള്ളിയിൽ പോയി നീ നിസ്കരിക്കുമ്പോ നിനക്ക് കിട്ടുന്ന പ്രതിഫലം റമളാനല്ലാത്ത മാസങ്ങളിൽ 70 ദുഹർ നിസ്കരിച്ചതിന്റെ പ്രതിഫലമാ പൊന്നുപോലെ. പാഴാക്കല്ലേ, പാഴാക്കല്ലേ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, പെങ്ങളെ ഖുർആൻ ഓദിക്കോ, ഖുർആൻ ഓദിക്കോ. 11 മാസം TV കണ്ടവളല്ലേ, സീരിയൽ കണ്ടവളല്ലേ, ആസ്വദിച്ചവളല്ലേ. ഇനിയെങ്കിലും ഒന്ന് നന്നാവ് പൊന്നുപോലെ. നാളെ ജീവിച്ചിരിക്കുമെന്നുറപ്പില്ലല്ലോ, നാളെ ജീവിച്ചിരിക്കുമെന്നുറപ്പില്ലല്ലോ. ഫർദ് ധരിച്ചാ മാത്രം പോരാ, കയ്യിലെ തസ്ബീഹ് പിടിച്ചുകൊണ്ട് ജനങ്ങളെ കാണിച്ചാ പോരാ, ഇൽമിന്റെ സദസ്സുകളിലേക്ക് കടന്നു വന്നാ പോരാ. പൊന്നുമോളെ, പടച്ചവന്റെ സ്വർഗത്തിൽ പറന്നു പോകണ്ടവളാ. പറവകളെ പോലെ പറക്കണ്ടേ, ശുഹദാക്കളെ പോലെ പറക്കണ്ടേ, ആയിഷ ബീവിയെ പോലെ പോകണ്ടേ, ഖദീജ ബീവിയെ പോലെ പോകണ്ടേ, നഫീസത്തുൽ മിസ്രിയെ പോലെ പോകണ്ടേ, ദിന്നൂറിൽ മിസ്രിയെ പോലെ പോകണ്ടേ, മഹദിയായ മാഷിദ ബീവിയെ പോലെ ഖബറിനകത്ത് കിടന്നു സുഖിക്കണ്ടേ പൊന്നുമോളെ. കരഞ്ഞോ പൊന്നുമോളെ. അത് റമളാനിന്റെ മാസമാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, റമളാൻ മാസത്തിൽ ആരെങ്കിലും ഒരായത്തോതിയാല്, റമളാൻ മാസത്തിൽ ആരെങ്കിലും പരിശുദ്ധമായ ഖുർആനിലെ ഒരായത്തോതിയാ, മഹാനായ അബൂദർ റളിയല്ലാഹു തആല റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാ, ആരെങ്കിലും ഒരു ദിവസം ഒരായത്തോതിയാൽ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, 100 വർഷം നിസ്കരിച്ച പ്രതിഫലമാ പൊന്നുപോലെ. അല്ലാഹുവിന്റെ ഖുർആനിലെ ഒരായത്ത് 6666 ആയത്തുകൾ, 114 സൂറത്തുകൾ. പൊന്നുമോളെ, ഖുർആനിലെ ഖുൽ ഹുവല്ലാഹു അഹദ് ഒരായത്തോദിയാ, ഒരായത്തോദിയാ നിനക്ക് കിട്ടുന്ന പ്രതിഫലം 100 വർഷത്തെ നിസ്കാരത്തിന്റെ പ്രതിഫലമാ. പറയുന്നത് സിറാജല്ല, അല്ലാഹുവിന്റെ റസൂലാ പറയുന്നത്. 100 വർഷം ഇബാദത്ത് ചെയ്ത പ്രതിഫലമാ പൊന്നുമോളെ. പാഴാക്കാതെ ഖുർആൻ ഓദിക്കോ. റമളാനിലെ ഖത്ം ഓതി തീർത്തോ. പ്രായമുള്ള ഉപ്പമാരോട് ഉമ്മമാരോട് ഈ ആയുസിന്റെ ഇടയിൽ ഒരത്തമെങ്കിലും ഓതാ തയ്യാറെടുത്തോ. എന്റെ പ്രിയമുള്ളവരെ, റമളാൻ മാസമാണ്. റമളാൻ മാസം വന്നിട്ട് നന്നാവാത്തവനുണ്ടല്ലോ, റമളാൻ മാസം വന്നിട്ട് നന്നാവാത്തവനുണ്ടല്ലോ. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല പറയുകയാണ്, റമളാൻ മാസം നല്ല രീതിയിൽ വിട പറഞ്ഞു പോയില്ലെങ്കിൽ, റമളാൻ മാസം സന്തോഷത്തോടെ വിട പറഞ്ഞു പോയില്ലെങ്കിൽ, അടുത്ത റമളാനിന് മുമ്പ് ആ മനുഷ്യൻ മരണപ്പെട്ടാൽ അവൻ നരകത്തിലാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. വിശുദ്ധമായ റമളാൻ മാസം നമ്മളിൽ വന്നു ഒരു അതിഥിയായിട്ട്. എന്നിട്ട് നമ്മുടെ അതിഥി കരഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോയ അടുത്ത റമളാനിന് മുമ്പ് നീ മരിച്ച നിനക്ക് നരകം നിർബന്ധമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ, അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ ഖുർആനിലെ ഒരായത്ത്, വേറൊന്നും വേണ്ടല്ല, ഈ ഒറ്റ ഹദീസ് മതിയല്ലോ. അല്ലാഹുവിന്റെ ഖുർആനിലെ ഒരായത്ത്, ഇന്നാ അഅതൈനാകൽ കൗസർ, അലിഫ് ലാം മീൻ, അതിനെക്കാലം ഒന്നുമില്ല, അലിഫ് ലാം മീൻ താഹ, 2 അരിയക്കിടും. അള്ളാന്റെ ഖുർആനിലെ ഒരായത്ത് ഓതിയ ആ 100 വർഷം ഇബാദത്ത് ചെയ്ത പ്രതിഫലമാണ്. അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ, അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇത്രയൊക്കെ പറഞ്ഞാലും ചിലരുടെ മനസ്സിലിറങ്ങൂല, ഇത്ര കേട്ടാലും നമ്മുടെ മനസ്സ് എത്രയായി പോയി. മനുഷ്യ ഒന്ന് ചിന്തിക്കുക, എല്ലാ ശൈത്താന്മാരെയും അള്ളാഹ് കെട്ടിയിട്ടിരിക്കല്ലേ, എല്ലാ ശൈത്താന്മാരെയും അള്ളാഹു ചങ്ങലയിൽ കെട്ടിയിട്ടിരിക്കുക. എന്നാലും നമ്മൾ എന്തിങ്ങനെ ആയിപ്പോയി ചോദിക്കും. ചിലപ്പോൾ കാണുമ്പോൾ ചോദിക്കും, പരസ്യമായിട്ട് റമളാൻ മാസത്തിൽ നിന്ന് സിഗരറ്റ് വലിക്കുന്നവനെ കാണുമ്പോൾ ചോദിക്കും, ഉസ്താദെ എല്ലാ ശൈത്താനെയും കെട്ടിയിട്ടല്ലോ, പിന്നെ ഈ ശൈത്താനേത്, ഈ ശൈത്താനേത്? അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. ഓന്റെ രക്തത്തിൽ ശൈത്താൻ അലിഞ്ഞുപോയി മനുഷ്യ, ഇനി അവനെ നന്നാക്കാൻ അള്ളാഹിക്കൊണ്ട് പറ്റും. അങ്ങനെ ചിലതുണ്ട്, അങ്ങനെ ചില മനുഷ്യരുണ്ട്. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, വിശുദ്ധമായ റമദാൻ എന്ത് പ്രതിഫലം, ഇത് പെങ്ങന്മാടി അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റമദാനിന്റെ പ്രതിഫലത്തെ കുറിച്ച് പറഞ്ഞു തരുന്നുണ്ട്. നമുക്കിനി അടുത്ത റമദാൻ ഇല്ല, നാളെ അടുത്ത റമദാൻ ഇല്ല. ഇന്നലെ ഒരു കുടുംബത്തിൽ 9 പേര് നോമ്പ് മുറിക്കാൻ പോയതാ. ഒരു മരിച്ച വീട്ടിൽ നിന്ന് അടുത്ത വീട്ടിലേക്ക് നോമ്പ് മുറിക്കാൻ പോയത്. കഴിഞ്ഞില്ല, എല്ലാം കഴിഞ്ഞില്ല. ഇത്രേ ഉള്ളൂ മക്കളെ ജീവിതത്തിന്റെ ആയുസ്. ഈ വഴുത് പറയണ ഞാൻ ഇന്നെന്റെ വീടെത്തുമെന്ന് എനിക്ക് ഉറപ്പില്ല.
ഞാൻ ഇന്നെന്റെ വീടെത്തുമെന്ന് എനിക്കുറപ്പില്ല. അള്ളാഹു നമുക്കൊക്കെ നല്ല മരണം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു ഉസ്താദ് വഴുത് പറഞ്ഞുകൊണ്ടിരിക്കുക, ഉസ്താദ്മാർക്കൊക്കെ അറിയാം. ഒരു ഉസ്താദ് വഴുത് പറഞ്ഞുകൊണ്ടിരിക്കുക, സ്റ്റേജിൽ ഇതുപോലെ നിന്ന് വഴുത് പറയുക. ഫേസ്ബുക്കിലൊക്കെ നോക്കിയാൽ കാണാം ഉസ്താദിന്റെ അവസാന പ്രസംഗം. അദ്ദേഹം ഇങ്ങനെ മരണത്തെ നിങ്ങൾ ഓർക്കണേ, മരണത്തെ നിങ്ങൾ ഓർക്കണേ എന്ന് മൈക്കിന്റെ മുന്നിൽ നിന്നിട്ട് പ്രസംഗിക്കുക. മരണത്തെ നിങ്ങൾ ഓർക്കണേ, മരണചിന്ത ഉണ്ടാകണേ എന്ന് 3 പ്രാവശ്യം പറഞ്ഞു. 4ാമത് അല്ലാ എന്ന് വിളിച്ച് സ്റ്റേജിൽ വീണ് കഴിഞ്ഞപ്പോഴേ മരണത്തെ കുറിച്ച് പ്രസംഗിച്ചുകൊണ്ട് നിന്നപ്പം മരിച്ചു. അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്ത് കൊടുത്ത് അനുഗ്രഹിക്കുമാർ. എത്രയുള്ളു സഹോദരങ്ങൾ, ആരല്ല, എത്രയോ കബറാളികൾ കിടക്കണം, എത്ര കാഞ്ഞങ്ങാടിനെ വിറപ്പിച്ച എത്രയോ കൊലവമ്പന്മാർ, എത്രയോ കോടീശ്വരന്മാര് കിടക്കണ. ആരെങ്കിലും ഉണ്ടോ? ആരെങ്കിലും തിരിഞ്ഞു നോക്കുന്നുണ്ടോ ഈ പള്ളിക്കാട്ടിൽ? നിങ്ങൾ പോകുന്നുണ്ടോ? ആരേക്ക് നിങ്ങളുടെ വാപ്പ കബറി കിടപ്പുണ്ടല്ലോ. വെള്ളിയാഴ്ച എപ്പോഴെങ്കിലും പോയി ഒരു യാസീൻ ഓതും. തിരക്കായി പോയില്ല എല്ലാവർക്കും, നിങ്ങൾക്കൊക്കെ വലിയ തിരക്ക. വാപ്പാന്റെ കബറിൽ പോയിട്ട് ഒരു യാസീൻ ഓതാൻ സമയമില്ല. പള്ളിക്കാട്ടിൽ കൂടെ പോകുമ്പോഴേ അസ്സലാമു അലൈക്കും യാ ദാറ ഖൗമിൽ മുഅ്മിനീൻ ഇന്നാ ഇൻഷാ അല്ലാഹു ബിക്കും ഒരു സലാം പറയാൻ സമയമുണ്ട്. നമ്മളൊക്കെ ഇങ്ങനെ ആയിപ്പോയി. അള്ളാഹു നമ്മളെ നന്നാക്കി തരുമാറാകട്ടെ. ഇനി എന്ന് നന്നാകാനാ? റമളാൻ വന്നിട്ട് നന്നാവാത്തവൻ ഇനി ഒരിക്കലും നന്നാവൂല. ഇന്ന് നന്നായില്ലെങ്കിൽ നമ്മളിനി നന്നാവൂല. ഏറ്റവും കൂടുതൽ ഉപദേശം മനസ്സിൽ സ്വാധീനിക്കുന്ന സമയവാ. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ജീവിതം റമളാനാണ്. ഇനി അടുത്ത ദിവസം ഉണ്ടോ എന്ന് എനിക്ക് ഉറപ്പില്ല, നിങ്ങൾക്ക് ഉറപ്പില്ല. അതുകൊണ്ട് നന്മകൾ ചെയ്ത് അള്ളാഹുവിലേക്ക് അടുക്കാൻ പരിശ്രമിക്കും. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കരഞ്ഞോ നീ? നിന്നെ കൊണ്ട് പറ്റുന്നത്ര കര. ആരും കാണണ്ട. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, കരഞ്ഞോ? അള്ളാഹിനോട് കരഞ്ഞിട്ട് ചോദിച്ചു വാങ്ങ. എന്ത് വേനുണ്ട് പറ. നീ ചെയ്തത് നിനക്കല്ലേ അറിയൂ. നീ ചെയ്തത് നിനക്കേ അറിയൂ, വേറെ ആർക്കും അറിയില്ല. ഞാൻ ചെയ്ത പാപ എനിക്കറിയൂ. നമ്മളൊക്കെ വിചാരിച്ചിരിക്കണത് നമ്മൾ ചെയ്യുന്നത് ആരും അറിയുന്നില്ല. നമ്മൾ ചെയ്യണത് ആരും അറിയില്ല മോനെ. നീ ചെയ്യണ എല്ലാരും അറിയുന്നുണ്ട്. അള്ളാഹ് മാത്രമല്ല, ഞാനും അള്ളാഹും നീയും മാത്രമേ അറിഞ്ഞുള്ളൂ നമ്മൾ പറയുമെങ്കിലും നമ്മൾ ചെയ്യണ പാപം, എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, എല്ലാവർക്കും മാതാപിതാക്കളെ വലിയ സ്നേഹമാണ്. എന്നാൽ മരിച്ചതിന് ശേഷം പോലും മാതാപിതാക്കൾക്ക് സമാധാനം കൊടുക്കാത്ത മക്കളുണ്ടെന്ന് നബിയുനാ റസൂലുള്ളാഹി. ജീവിച്ചിരുന്നപ്പോഴേ ആ പാവങ്ങൾക്ക് നീ സന്തോഷം കൊടുത്തില്ല, മരിച്ചതിന് ശേഷവും നീ എന്തേ ഇങ്ങനെ കാണിക്കണേ? എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, വെള്ളിയാഴ്ചയാണല്ലോ വരുന്നത്. വെള്ളിയാഴ്ച ദിവസം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയണ്, തെറ്റ് ചെയ്യുമ്പോ ഓർത്തോ മക്കളെ, പാപങ്ങൾ ചെയ്യുമ്പോ ഓർത്തോ. നീ ആരും അറിയുന്നില്ലെന്ന് കരുതുന്നെങ്കിൽ വെള്ളിയാഴ്ച ദിവസം മരിച്ചു കിടക്കുന്ന മാതാപിതാക്കളുടെ ഖബറിന്റെ മുന്നിൽ ചെന്നിട്ട് മലക്ക് വായിച്ചു കൊടുക്കും. ഒരു വെള്ളിയാഴ്ച ജുമാ കഴിഞ്ഞ് ചെയ്തത് അടുത്ത വെള്ളിയാഴ്ച ജുമയ്ക്ക് മുമ്പ് വരെ ചെയ്ത, കഴിഞ്ഞ വെള്ളിയാഴ്ച ജുമാ നിസ്കാരം കഴിഞ്ഞ് നീ ചെയ്തു തുടങ്ങിയത് ഈ വെള്ളിയാഴ്ച ജുമയ്ക്ക് മുമ്പ് വരെ നീ ചെയ്ത എല്ലാ കാര്യവും മരിച്ച മാതാപിതാക്കളുടെ ഖബറിന്റെ മുന്നിൽ ചെന്നിട്ട് മലക്ക് വായിച്ചു കൊടുക്കും. ആ സമയത്ത് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഖബറി കടന്നിട്ട് നീ ചെയ്ത നല്ല കാര്യം കേൾക്കുമ്പോൾ നിന്റെ ഉമ്മ ചിരിക്കും, നിന്റെ വാപ്പ ചിരിക്കും. എന്നിട്ട് ദുആ ചെയ്യ, അല്ലാഹ് എനിക്കിങ്ങനെ ഒരു മകനെ ജനിച്ചല്ലോ, ഞാൻ കഷ്ടപ്പെട്ടത് വെറുതെ ആയില്ലല്ലോ അല്ലാഹ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വാപ്പയും ഉമ്മയും ഖബറി കിടന്നിട്ട് നമുക്ക് വേണ്ടി ദുആ ചെയ്യും. പക്ഷെ നീ കാണിച്ച വൃത്തികേട് മുഴുവനും റമളാൻ മാസം ആയിട്ട് പോലും നീ നന്നായില്ലെന്ന് നിന്റെ വാപ്പയുടെ അടുക്ക പറയുമ്പോ, നിന്റെ ഉമ്മയുടെ അടുക്ക പറയുമ്പോ, ആ പാവങ്ങൾ ഖബറി കിടന്ന് കരഞ്ഞിട്ട് പറയാ, അല്ലാഹ് ഇങ്ങനെ ഒരുത്തൻ എന്റെ വയറ്റിൽ പറന്നല്ലോ പടച്ചവനെ. നമ്മുടെ ഉമ്മ നെഞ്ചത്തടിച്ച് വിളിച്ച് കരഞ്ഞിട്ട് പറയും, പടച്ചവനെ ഇങ്ങനെ ഒരുത്തൻ എന്റെ വയറ്റിൽ ജനിച്ചു പോയല്ലോ അല്ലാഹ്, ഇവനെയാണല്ലോ ഉറപ്പേ ഞാൻ 9.5 മാസക്കാലം. എന്റെ പ്രിയമുള്ളവരെ, ഖബറി കിടന്നിട്ട് ശപിക്കും നമ്മുടെ ഉമ്മ, ഖബറി കിടന്നിട്ട് നമ്മളെ ശപിക്കും. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മരിച്ചവരെ നീ വേദനിപ്പിക്കല്ലേ, അവരുടെ ദുആ നീ പേടിക്കണേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഉമ്മാടെ പ്രാക്ക് പേടിച്ച ഒരുത്തനും നന്നായ ചരിത്രമില്ല. മാതാപിതാക്കളെ കണ്ണീര് കുടിപ്പിച്ച ഒരുത്തരും ലോകത്ത് ഇന്ന് വരെ നന്നായ ചരിത്രമില്ല. എല്ലാരും വിചാരിച്ചിരിക്കുന്നത് മരണത്തിന് ശേഷമാ ശിക്ഷയുന്നു. ഇല്ല സഹോദരങ്ങളെ, 3 തെറ്റ് ചെയ്താ മരിക്കുന്നതിന് മുമ്പ് തന്നെ അവൻ അനുഭവിച്ചിട്ടേ പോകൂ എന്ന് നബിയുനാ റസൂലുള്ളാഹി. 3 തെറ്റുകൾ ആരെങ്കിലും ജീവിതത്തിൽ ചെയ്താൽ അവന് മരണത്തിന് ശേഷമല്ല ശിക്ഷ, ഈ ഭൂമിയിൽ വെച്ച് തന്നെ അനുഭവിച്ചിട്ടേ പോകൂ. അതിനുള്ള ഒന്നാമത്തെ അടയാളം, എന്റെ ഉമ്മയെ വേദനിപ്പിച്ച മാതാപിതാക്കളെ വേദനിപ്പിച്ച മക്കള്. ഈ ഖബറിനകത്ത്, ഈ പള്ളിക്കാട്ടിൽ എത്രയോ ഖബറാളികൾ കിടപ്പുണ്ട്, നല്ലവരുണ്ട്, പന്നവരുണ്ട്. റമളാൻ മാസത്തിൽ എല്ലാ ഖബറാളികളുടെയും ശിക്ഷ അള്ളാഹു നിർത്തിവെക്കുന്ന 27ാം രാവിന്റെ അന്ന് കാഫിരീങ്ങളുടെ ഖബറിൽ പോലും ശിക്ഷ ഉണ്ടാവൂല. 27ാം രാവിന്റെ അന്ന് കാഫിരീങ്ങളുടെ ഖബറിനകത്ത് ശിക്ഷ പോലും അള്ളാഹു നിർത്തിവെക്കും. എന്നാ 3 വിഭാഗം ആൾക്കാരുടെ ഖബറിനകത്ത് എത്ര വലിയ ദിവസം വന്നാലും ശിക്ഷയാണെന്ന് നബിയുനാ റസൂലുള്ളാഹി.
ഒന്നാമത്തെ വിഭാഗം ആരെന്നറിയുവോ? അള്ളാഹുവെ, തന്റെ മാതാപിതാക്കളെ വേദനിപ്പിച്ച മക്കൾ, തന്റെ മാതാപിതാക്കളെ വേദനിപ്പിച്ച മക്കൾ, അവന്റെ ഖബറിനകത്ത് റമളാനല്ല, പെരുന്നാളല്ല, നബിദിനമല്ല, ഏത് പുണ്യ ദിവസം വന്നാലും അവന്റെ ഖബറിനകത്ത് തീയാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവെ, പടച്ചവനെ, ഞങ്ങളുടെ മരിച്ചുപോയ മാതാപിതാക്കളെ സന്തോഷിപ്പിക്കുന്ന മക്കളാക്കണേ അല്ലാഹ്. അള്ളാഹുവെ, പടച്ചവനെ, ജീവിച്ചിരുന്ന കാലത്തെ അവർക്ക് സന്തോഷം കൊടുക്കാൻ കഴിഞ്ഞില്ല, മരിച്ചതിന് ശേഷമെങ്കിലും സന്തോഷിപ്പിക്കുന്ന മക്കളാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ ഉമ്മയും ഉപ്പയും വെള്ളിയാഴ്ച ഖബറിൽ കടന്നിട്ട് ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യണേ റബ്ബേ. ഞങ്ങളെ ശപിക്കല്ലേ അല്ലാ, ഞങ്ങളെ ശപിക്കല്ലേ അല്ലാ. ഞങ്ങളും ഖബറിൽ പോകുമ്പോ ഓരോ വെള്ളിയാഴ്ചയും